നമസ്കാരം. ഇന്നത്തെ വാർത്ത ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. വിവാദങ്ങൾക്കൊടുവിൽ CPM ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുത്ത EP ജയരാജൻ. EP പങ്കെടുത്തത് തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ പൊതുയോഗത്തിൽ. കുറച്ചു ദിവസമായിട്ട് മാധ്യമങ്ങൾ തന്നെ അന്വേഷിക്കുക നടക്കുകയാണെന്ന് EP. അവർക്കെങ്കിലും സമാധാനമുണ്ടാകട്ടെ എന്ന് പരിഹാസം. MK രാഘവന് പിന്തുണയുമായി K മുരളീധരൻ. രാഘവൻ പറഞ്ഞത് പാർട്ടി വികാരം. പാർട്ടിയിൽ മതിയായ ചർച്ചകൾ നടക്കുന്നില്ല. അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതിയോ എക്സിക്യൂട്ടീവോ വിളിക്കണമെന്നും K മുരളീധരൻ. പറയേണ്ടത് പാർട്ടിക്കുള്ളിലെന്ന് KC വേണുഗോപാൽ. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തെ തുടർന്ന് പ്രതിഷേധത്തിലായിരുന്ന ഹർഷിന സമരം അവസാനിപ്പിച്ചു. തീരുമാനം ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. 2 ആഴ്ചക്കകം ഹർഷിനയ്ക്ക് നീതി ലഭ്യമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കാലിക്കറ്റ് സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ കറുപ്പ് വസ്ത്രം വിലക്കി പോലീസ്. കറുപ്പ് ധരിച്ചെത്തിയ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കറുപ്പ് വിലക്കിയിട്ടില്ലെന്ന് സർവകലാശാല. കോഴിക്കോട് പ്രതിപക്ഷ യുവജന നേതാക്കൾ കരുതൽ തടങ്കലിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ CBI കസ്റ്റഡി 2 ദിവസത്തേക്ക് നീട്ടി. ജാമ്യാപേക്ഷ മാർച്ച് 10 പരിഗണിക്കും. CBI മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് സിസോദിയ. കൊല്ലം ആയൂരിൽ വൃദ്ധമാതാവിന് മകന്റെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് ആയൂർ ദേവന്നൂർ സ്വദേശിനി ദേവികയ്ക്ക്. അമ്മയെ വലിച്ചിഴച്ച് നിലത്തിട്ട് ചവിട്ടി. മകൻ മനോജ് കസ്റ്റഡിയിൽ.